K for കിഫ്ബി. കൊല്ലം ജില്ലയിലെ സാംസ്കാരിക മേഖലയ്ക്ക് കരുത്ത് നൽകുകയാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കേന്ദ്രത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയ തിയേറ്ററുകളും മ്യൂസിയവും ഉൾപ്പെട്ടിട്ടുണ്ട്. കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കൊല്ലം നഗരത്തിൽ നടക്കുന്നത്. കൊല്ലത്തെ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ തിലകക്കുറിയായി നിൽക്കുന്ന ഒരിടം. കിഫ്ബി ഫണ്ടിന്റെ സഹായത്തോടെ കൊല്ലത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം. വിഖ്യാത ചിത്രകാരൻ എ രാമചന്ദ്രന്റെ കലാസൃഷ്ടികൾ ഉൾക്കൊള്ളുന്ന മ്യൂസിയമാണ് നിലവിൽ സാംസ്കാരിക സമുച്ചയത്തിന്റെ പ്രധാന ആകർഷണം. 300 കോടി രൂപയിലധികം വില വരുന്ന ചിത്രങ്ങളുടെയും ശില്പങ്ങളുടെയും ശേഖരമാണ് മ്യൂസിയത്തിലുള്ളത്. വിദ്യാഭ്യാസ രംഗമായിട്ട് ഇതിനെ ബന്ധിപ്പിക്കാൻ കഴിയും. അത്തരത്തിലുള്ള പ്രോഗ്രാംസിനാണ് നമ്മൾ കൂടുതലും ഒരു ഉൾക്കാഴ്ചയോട് കൂടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 56.91 കോടി രൂപ ചിലവഴിച്ച് 3.5 ഏക്കർ ഭൂമിയിലാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയം പണിതിരിക്കുന്നത്. ജില്ലയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒന്നായി ഒഴുകിച്ചേരുന്നത് ആശ്രമ മൈതാനത്തെ ഈ ഇടത്തേക്കാണ്. ഒരു സാംസ്കാരിക നയം പ്രഖ്യാപിക്കുക വഴി ഈ ഗവൺമെൻറ് സാംസ്കാരിക രംഗത്തെ, കലാരംഗത്തെ, സാഹിത്യ രംഗത്തെയൊക്കെ പരിപോഷിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. സമുച്ചയം മാത്രമല്ല, കൊല്ലം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പരിസ്ഥിതി സൗഹൃദമായ ഒരു വികസനം കൊല്ലത്ത് ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ നടന്ന് കണ്ടാൽ, ഒന്ന് ചുറ്റി നടന്ന് കണ്ടാൽ നമുക്ക് ബോധ്യപ്പെടും. കായലും അതിൻ്റെ സമൃദ്ധിയും അത് നൽകുന്ന ഒരു സാംസ്കാരികമായ തനിമയൊക്കെ കൂടി ചേർന്നുകൊണ്ട് അതിനെ കൃത്യമായി ഉപയോഗിക്കുവാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നയത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. 1 ലക്ഷം അടിയോളം വിസ്തീർണത്തിൽ നിർമ്മിച്ച സമുച്ചയത്തിൽ ആധുനിക ലൈറ്റിംഗ്, സൗണ്ട് പ്രൊജക്ഷൻ സംവിധാനങ്ങൾ അടങ്ങിയ AV തിയേറ്റർ, ബ്ലാക്ക് ബോക്സ് തിയേറ്റർ, ഇൻഡോർ ഓഡിറ്റോറിയം, സെമിനാർ ഹാൾ, ഡിജിറ്റൽ ലൈബ്രറി, ആർട്ട് ഗാലറി, ക്ലാസ് മുറികൾ, ക്രാഫ്റ്റ് മ്യൂസിയം എന്നിവ ഉൾപ്പെടുന്നു. സാംസ്കാരിക കേന്ദ്രത്തിന് പുറമെ കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തുന്ന മറ്റു പദ്ധതികളും കൊല്ലം നഗരത്തിലുണ്ട്. പെരുമൺ പാലം, ആശ്രമം ലിങ്ക് റോഡ് തുടങ്ങിയവ നിലവിൽ നിർമ്മാണ ഘട്ടത്തിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.